പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പിനെ ഒഴിവാക്കിയത് കേരളത്തെ അപമാനിക്കലാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ദേശീയപാത യാഥാർത്ഥ്യമാകാൻ കേരള സർക്കാരിന് റോൾ ഇല്ലെന്ന് പ്രചരിപ്പിക്കാനാണെങ്കിൽ അത് വിജയിക്കില്ല. കേരള സർക്കാർ എന്തു ചെയ്തുവെന്ന് ജനങ്ങൾക്ക് അറിയാമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. NH-66 ആശ്വാസ പദ്ധതിയാണ്. ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് പണം ചെലവഴിക്കാൻ ഒരു സംസ്ഥാന സർക്കാർ തയ്യാറായി. മറ്റു പദ്ധതികൾക്കായി മാറ്റിവെച്ച പണമാണ് ചെലവഴിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ തുടക്കം മുതൽ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പും ഇടപെട്ടു. എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. ദേശീയപാത ഉദ്ഘാടനം മറ്റൊരു പരിപാടിയായിട്ട് നടത്തണമായിരുന്നു. ഉദ്ഘാടന ചടങ്ങിലേക്ക് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്ഷണം ഉണ്ടായില്ല. UDF കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ് യാഥാർത്ഥ്യമാക്കിയത്. പദ്ധതി നടപ്പിലാക്കിയത് LDF സർക്കാരാണെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്രം ജനാധിപത്യ മര്യാദ കാണിച്ചില്ലെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ദേശീയപാത കേരളത്തിന്റെ നേട്ടമല്ലെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണിത്. BJP സംസ്ഥാന അധ്യക്ഷനെ എന്തടിസ്ഥാനത്തിലാണ് വേദിയിൽ എത്തിയത്? BJP സംസ്ഥാന അധ്യക്ഷൻ എന്തടിസ്ഥാനത്തിലാണ് വേദിയിൽ എത്തിയത്? മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പ്രതിഷേധം എങ്ങനെ നടത്തണമെന്ന് കൂട്ടായി ആലോചിക്കും. കേരളത്തിന്റെ നിലപാടിനെ പ്രശംസിച്ച കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്ന് മന്ത്രി ചൂണ്ടിക്കാണിച്ചു. ദേശീയപാത കേരളത്തിൽ മരണപ്പെട്ട പദ്ധതിയായിരുന്നു. ഇടത് സർക്കാരാണ് പദ്ധതി പുനരുജ്ജീവിപ്പിച്ചത്. പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കി BJP സംസ്ഥാന അധ്യക്ഷനെ ഉദ്ഘാടന ചടങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. BJP അധ്യക്ഷനെ വിളിക്കുന്നുണ്ടെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതൃത്വം വഹിക്കുന്നവരെയും വിളിക്കണ്ടേയെന്ന് മന്ത്രി ചോദിച്ചു. കേരളത്തിന്റെ അവകാശമാണ് ഇത്തരം ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രി പങ്കെടുക്കുക എന്നത്. അത് റിയാസ് ആണെങ്കിലും മറ്റ് ആരാണെങ്കിലും ജനാധിപത്യത്തിലെ മര്യാദകൾ പാലിക്കണമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.